പ്രാപഞ്ചിക ശ്രീ ബ്രഹ്മർഷികൾ പൊയ്യൽ തിരുവീര സഭാരാട് തിരുമേനികൾ തൃപ്പാദങ്ങൾ വലിയ നാമത്തിൽ എല്ലാവർക്കും സ്നേഹ വന്ദനം. 2026 ഫെബ്രുവരി 17 ദിവ്യശ്രീ പൊയ്യൽ യോഹന്നാൻ പിതാവിൻ്റെ 148ാമത് ജന്മദിന മഹോത്സവം രാജ്യവ്യാപകമായി ആഘോഷിക്കപ്പെടുകയാണ്. പൊയ്യൽ യോഹന്നാൻ പിതാവിൻ്റെ ജന്മദിനം ആഘോഷിക്കപ്പെടുന്ന ഈ വേളയിൽ വർത്തമാന കാലഘട്ടത്തെ നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ അപ്പച്ചൻ്റെ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും അതീതമായി അപ്പച്ചൻ എന്ത് ദർശനമാണോ അടിമ സന്തതികൾക്ക് വേണ്ടി ലോകത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കപ്പെട്ടത്, അതിന് വിഹാരം വിപരീതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിനിടയിൽ നിലനിൽക്കപ്പെടുന്ന പ്രസ്ഥാനങ്ങൾ നടത്തുന്നത് എന്ന് വളരെ വ്യക്തമായി നാം ഓരോരുത്തർക്കും മനസ്സിലാക്കുവാൻ സാധ്യമാകും. പൊയ്യൽ യോഹന്നാൻ പിതാവ് പറഞ്ഞത്, പുലയരെല്ലാവരും കൂടി ചേരമറായാലെന്താ പുലയൻ്റെ പുലമാറുമോ, ഈ കേരളത്തിൽ ഇതിനൊരു ശുഭം വരുമോ, പറയരെല്ലാവരും കൂടി സാമ്പവർ ആയാലെന്താ പറയൻ്റെ വഴിമാറുമോ, ഈ ഭാരതത്തിൽ ഇതിനൊരു ശുഭം വരുമോ, കുറവരെല്ലാവരും കൂടി സിദ്ധനർ ആയാലെന്താ കുറവൻ്റെ കുറമാറുമോ, ഈ കേരളത്തിൽ ഇതിനൊരു ശുഭം വരുമോ. അപ്പോൾ പറയരെല്ലാവരും കൂടി സാമ്പവരായാലും പുരയരെല്ലാവരും കൂടി ചേരമരായാലും കുറവരെല്ലാവരും സിദ്ധനറായാലും നിന്റെ പറയും പഴിയും കുറവും തീരില്ല. അതുകൊണ്ട് ഈ തദ്ദേശീയ സമൂഹം നൂറ്റാണ്ടുകൾ രാജ്യത്ത് ഭരണം നടത്തിയ രാജകീയ വംശത്തിൽപ്പെട്ടവരാണെന്നും ആദിദ്രാവിഡ രാജകീയ പുരോഗത വംശത്തിൽപ്പെട്ടിട്ടുള്ളവരാണെന്നും ആദിദ്രാവിഡനാണെന്നുമാണ് ലോകത്തോട് പൊയ്യൽ അപ്പച്ചൻ സംസാരിക്കുന്നത്. എന്നാൽ പൊയ്യൽ യോഹന്നാൻ പിതാവിൻ്റെ 148ാമത് ജന്മദിനം ആഘോഷിക്കപ്പെടുന്ന വേളയിൽ പോലും പല പ്രബല സമുദായ സംഘടന നേതാക്കന്മാർ സാമ്പവർക്ക് വേണ്ടി ജന്മം കൊണ്ടിട്ടുള്ള ആളാണ് എന്ന് വരുത്തി തീർക്കപ്പെടുവാൻ പൊയ്യലപ്പച്ചനെയും പൊയ്യലപ്പച്ചൻ പറഞ്ഞിട്ടുള്ള സത്യത്തെയും ചരിത്രത്തിന് വിഘാതമായി വളച്ചൊടിക്കപ്പെടുകയും ആ ചരിത്ര സത്യത്തെ തമസ്കരിക്കപ്പെടുന്നതും പലരുടെ പ്രഭാഷണത്തിൽ നമുക്ക് മനസ്സിലാക്കപ്പെടാൻ സാധ്യമാകും. ഒരു സാമ്പവ സമുദായത്തിന് വേണ്ടിയോ ചേരമർ സമുദായത്തിന് വേണ്ടിയോ ഇന്ന് അറിയപ്പെടുന്ന ജാതി നാമങ്ങൾക്ക് വേണ്ടിയോ അല്ല പൊയ്യൽ യോഹന്നാൻ പിതാവ് സംസാരിക്കപ്പെട്ടിട്ടുള്ളത്. പൊയ്യലപ്പച്ചൻ സംസാരിച്ച് കാണുന്നില്ല ഒരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി. കാണുന്നുണ്ട് അനേക വംശത്തിന് ചരിത്രം, അങ്ങനെ കാണുന്നില്ല എൻ്റെ വംശത്തെപ്പറ്റി എന്ന് പറഞ്ഞ ആ വംശം ആദിദ്രാവിഡ വംശത്തെ പറ്റിയാണ് പൊയ്യൽ യോഹന്നാൻ പിതാവ് പറഞ്ഞത്. ആ ചരിത്രത്തെ പറ്റിയാണ് പൊയ്യൽ യോഹന്നാൻ പിതാവ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ആ ചരിത്രത്തെ ഭൂമിയിൽ സംസാരിക്കപ്പെടുകയും അത് സ്ഥാപിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ആളാണ് പ്രാപഞ്ചിക ശ്രീ ബ്രഹ്മർഷികൾ പൊയ്യൽ തിരുവീര സഭാരാട് തിരുമേനികൾ തൃപ്പാദങ്ങൾ. അതുകൊണ്ട് 148ാമത് പൊയ്യൽ യോഹന്നാൻ പിതാവിൻ്റെ ജന്മദിനം ആഘോഷിക്കപ്പെടുമ്പോൾ ലോകത്തിലെ അടിച്ചമർത്തപ്പെട്ട തദ്ദേശീയ ജനത ജാതി ഉപജാതി ചിന്തകൾക്ക് അതീതമായി, കക്ഷി രാഷ്ട്രങ്ങൾക്ക് അതീതമായി, മതങ്ങൾക്കതീതമായി നാം എല്ലാം ഒരപ്പൻ്റെയും അമ്മയുടെയും ഉദരത്തിൽ ജന്മം കൊണ്ടിട്ടുള്ളവരാണെന്നും നാം എല്ലാം ഏകോദര സഹോദരരാണെന്നും നമ്മൾ ആദിദ്രാവിഡ സമൂഹമാണെന്നുള്ള ആ തിരിച്ചറിവിൽ ഇന്ത്യയിലെ തദ്ദേശീയ ജനത ഉയർത്തെഴുന്നേൽക്കപ്പെടണം. അപ്പോൾ മാത്രമാണ് പൊയ്യൽ യോഹന്നാൻ പിതാവിൻ്റെ ആത്മാവിന് സന്തോഷമുണ്ടാകത്തുള്ളൂ. ആ സർവ്വവല്ലഭനായ ദൈവം ആ ലോകത്തിലെ അടിമ സന്തതികളെ ആ പൊന്നു ചങ്കിൽ ചേർക്കപ്പെടുത്തുള്ളൂ. അങ്ങനെ സർവശക്തനായ ദൈവം ലോകത്തിന് മുഴുവൻ അടിമ സന്തതികളിൽ ആ പൊന്നു ചങ്കിൽ ചേർക്കപ്പെടുവാൻ, ലോകത്തിന് മുഴുവൻ അടിമവർഗങ്ങളുടെ വിമോചനം സാക്ഷാത്കരിക്കപ്പെടുവാൻ പൊയ്യൽ യോഹന്നാൻ പിതാവിൻ്റെ 148ാമത് ജന്മദിന സുദിനം അതിനിടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുഴുവൻ മാനവ സമൂഹത്തിനും പൊയ്യൽ യോഹന്നാൻ പിതാവിൻ്റെ 148ാമത് ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൊടുക്കുന്നു. എല്ലാവർക്കും സ്നേഹം.